പോക്സോ കേസ് പ്രതി ഫർമാൻ ഖാനെ അന്വേഷിച്ചെത്തിയ മധ്യപ്രദേശ് പോലീസിനോട് നിസ്സഹകരിച്ച് കേരള പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഫർമാനെ കണ്ടെത്താനായിരുന്നു മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തിയത്. കളമശ്ശേരി, ഏലൂർ മേഖലകളിൽ മധ്യപ്രദേശ് പോലീസ് എത്തിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. വിവരങ്ങൾ നൽകാൻ ജിജീഷ്, ഈ പോക്സോ കേസ് പ്രതി ഫർമാൻ ഖാനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പ്രദേശിൽ നിന്നും ഒരു സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ സഹകരിക്കുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇതിനോട്, ഈ അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്നത്? ആരുടെയെങ്കിലും എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഇതിലുണ്ടോ? അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഭരണത്തണലിലാണ് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് സംസ്ഥാനത്ത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കാനും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് പാതിവഴിയിൽ നിലക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനും എല്ലാമുള്ള ശ്രമങ്ങളാണ് ആസൂത്രിതമായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത മധ്യപ്രദേശിൽ നിന്നുള്ള പെൺകുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നതിലോ യാതൊരു താല്പര്യവുമില്ല. ഈ അന്വേഷണത്തോട് കാര്യമായി സഹകരിക്കുന്നുമില്ല. എന്നാൽ മധ്യപ്രദേശ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. അവിടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് നടപടി മാത്രമാണ്, ഫർമാൻ ഖാന്റെ അറസ്റ്റ് മാത്രമാണ് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് 16.5 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഫർമാന്റെ അറസ്റ്റ് താൽക്കാലികമായി തടയുക മാത്രമാണ് കോടതി ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിക്കൊണ്ട് തിരികെ കൊണ്ടുപോവുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇവിടെ കേരള പോലീസ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് മധ്യപ്രദേശിൽ നിന്നുള്ള അന്വേഷണ സംഘം എത്തിയത്. വനിതാ SP അടക്കമുള്ള അന്വേഷണ സംഘം ഈ ഒരു സംഘത്തിലുണ്ട്. CIമാർ അടക്കമുള്ള ആളുകളാണ് ഉള്ളത്. എന്നാൽ കേരള പോലീസിൽ നിന്ന് കാര്യമായ സഹകരണം ഒന്നും തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചില്ല. ബുധനാഴ്ച ഇവിടെ എത്തിയതിനു ശേഷം അവർ പ്രധാനമായും കേരള പോലീസിനോട് സഹകരണം തേടിയത് ചില ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനായിട്ടായിരുന്നു. പ്രത്യേകിച്ച് ഏലൂർ മേഖല, കളമശ്ശേരി മേഖലകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അല്ലെങ്കിൽ ഫർമാന്റെ സുഹൃത്തുക്കൾ അടക്കം തങ്ങുന്നതായ വിവരം ലഭിച്ചിരുന്നു. ഫർമാന്റെ ചില ലൊക്കേഷനുകൾ ആ ഭാഗങ്ങളിൽ കണ്ടതായും അന്വേഷണ സംഘത്തിന് മനസ്സിലായി, മധ്യപ്രദേശ് പോലീസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണം, എല്ലാ കേന്ദ്രങ്ങളിലും പരിശോധനകൾ നടത്തണം എന്നതായിരുന്നു മധ്യപ്രദേശ് പോലീസ് കേരള പോലീസിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ കേരള പോലീസ് ഇതിൽ കാര്യമായി തന്നെ ഒരു തരത്തിലും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന രീതിയിൽ സഹകരിച്ചില്ല. അവർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഫർമാനും കൂടെയുള്ള ആളുകളും അതുവഴി പാസ് ചെയ്തു പോകുമ്പോൾ, കടന്നു പോകുമ്പോൾ വാഹനത്തിൽ നിന്നുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ചില ലൊക്കേഷനുകൾ ലഭിച്ചു എന്നതിനപ്പുറം, ടവർ ലൊക്കേഷനുകൾ ലഭിച്ചു എന്നതിനപ്പുറം അവരിവിടെ തങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്ന നിലയിലേക്കാണ്. എന്നാൽ അന്വേഷണ സംഘം ഇപ്പോഴും കേരളത്തിൽ തന്നെ തങ്ങുകയാണ്. കാരണം അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്താതെ അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. 20-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഫർമാൻ ഖാന്റെ മാത്രമാണ്. എന്നാൽ കാണാതായ പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, അത് പ്രത്യേകമായി തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ പരാതിയിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വരെ അന്വേഷണം തുടരുമെന്ന കാര്യമാണ് പ്രധാനമായും മധ്യപ്രദേശ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല നിരവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ വിവാഹം നടത്തിക്കൊടുക്കുമ്പോൾ പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അടക്കമുള്ള ആളുകളുടെ കാർമ്മികത്വം അവിടെ ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു കാർമ്മികത്വം ഉണ്ടായിരുന്നു, അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസ്ഥാനത്തെ CPMന്റെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ വെച്ച് നടത്തിക്കൊടുത്ത വിവാഹമാണ്. ആ ഒരു സമയം ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായോ എന്ന കാര്യം പോലും ഈ ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ കൈവശമുണ്ടായിരുന്ന മറ്റു ചില രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിൽ അവർ ഒരു തീരുമാനത്തിലെത്തുകയും ഒരു നിഗമനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട്, അത് കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ടും കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാം തന്നെ ആ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു. പിന്നീട് കേസ് വന്നപ്പോൾ അതിൽ നിന്ന് മലക്കം മറിയുന്ന നിലപാടിലേക്ക്, തങ്ങളുടെ കാർമ്മികത്വത്തിൽ എല്ലാ വിവാഹം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ മധ്യപ്രദേശ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട്. ഈ പെൺകുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഫർമാന്റെ ചോദ്യം ചെയ്യലും ഫർമാനെതിരെ നടപടികളും 20-ാം തീയതി പോക്സോ കേസ് പ്രതി ഫർമാൻ ഖാൻ അന്വേഷിച്ചെത്തിയ മധ്യപ്രദേശ് പോലീസിനോട് നിസ്സഹകരിക്കുകയാണ് കേരള പോലീസ്. ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് പങ്കുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.